എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വടുകപ്പുളി നാരങ്ങ അല്ലെങ്കിൽ കറുനാരങ്ങ വെള്ളക്കിടുന്നത്. മുളകിട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി വെള്ളക്കിട്ട് ഇടുന്നത് അത് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നാരങ്ങ ഒരു 250 കാക്കിലേ ഉള്ളൂ. അത് ഇതുപോലെ വാട്ടി വെള്ളത്തിലിട്ട് വാട്ടി, ഒത്തിരി വാടണ്ട, ചെറുതായിട്ട് വാട്ടി ഉപ്പുകല്ല് പുരട്ടി ഞാൻ വെച്ചിരുന്നതാണ്, ഉപ്പിട്ട്. പിന്നെ നല്ലെണ്ണ, ഒരു 6 പച്ചമുളക്. അത് എരിവ് വേണം, എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കുക. എരിവ് കൂടുതൽ വേണ്ടവർ പച്ചമുളക്, ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്, ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കടുവറുക്കാൻ കടുക്, കറിവേപ്പില, ഉലുവാപ്പൊടി, കായപ്പൊടി. ഇതാണ് സാധനം. നമുക്കിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ നല്ലെണ്ണയാണ് ഇതിന് നല്ലത്, പിന്നെ കേടാവാതിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. പിന്നെ അത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകും. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, വെളുത്തുള്ളി കീറിയിട്ടതാ, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ കീറിയിട്ടതാ. ഇത് ഒത്തിരി അങ്ങ് മൂക്കണ്ട. പിന്നെ ഇഞ്ചിയും കൂടെ ഇട്ടേക്കാം. കറുനാരങ്ങ പലരും പലവിധം വെക്കും. ഞാൻ വെക്കുന്ന രീതിയാണിത്. ഇത് ഓണത്തിന്, സാധാരണ നമ്മൾ വടുകപ്പുളി നാരങ്ങ ഓണത്തിനാണ് നമ്മൾ കറി വെക്കുന്നത്. വെള്ളക്കൊക്കെ ഇട്ട് വെച്ചാൽ കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ലതാണ്. നമുക്കിതൊന്ന് മൂക്കട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. പിന്നെ ഈ കറി മുളകിട്ട് വെക്കുന്നതും നമ്മൾ മുളക് ഉയർത്ത് വെക്കുന്നതും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, മുളക് പൊടി ചേർക്കുന്നില്ല എന്നുള്ളത്. ബാക്കി എല്ലാ ചേരുവകളും ഉണ്ട്. പച്ചമുളക് ഒരുപാട് വഴരണ്ട, ചെറുതായിട്ട് വഴന്നാൽ മതി. നമുക്ക് കായപ്പൊടി, ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ ഇടാൻ പറ്റത്തുള്ളൂ. വെള്ളം കംപ്ലീറ്റ് തണുക്കണം നന്നായിട്ട്. നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം, ഇതിപ്പം തിളപ്പിച്ച വെള്ളമാണ്. എന്തുമാത്രം വെള്ളം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെള്ളം നമ്മൾ ഒഴിക്കുക, നാരങ്ങയുടെ അനുസരിച്ച്. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് നാരങ്ങ ഇട്ടിട്ട് ഉപ്പ് നോക്കാം. അപ്പം തൽക്കാലം ഇത് തിളച്ചോട്ടെ. ഇത് തിളച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു, ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കണമായിരുന്നു. ഞാൻ ചേർത്ത് കാര്യം തിളയ്ക്കണ്ടേ, മഞ്ഞപ്പൊടി അല്ലെങ്കിൽ പച്ച കിടണ്ടേ, അതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർത്തു, എല്ലാം ചേർത്തു. ഇനി നമുക്ക് ഇത് തണുത്തിട്ട് ഇതിനകത്തോട്ട് നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം തണുക്കട്ടെ, ഞാൻ തീ ഓഫ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം.
ഇളക്കാം. അത് ഓരോരുത്തർക്ക് വെള്ളം എന്തുമാത്രം വേണ്ട, വെള്ളം കൂടുതൽ വേണ്ടവർക്ക്, എന്നാലും ഒരു പരുവം അനുസരിച്ച് ഒരു ഇച്ചിരിയും കൂടെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ കറുനാരങ്ങ, വെള്ള കറുനാരങ്ങ റെഡി ആയിട്ടുണ്ട്.